എന്തുകൊണ്ടാണ് കേരളത്തിലെ സഹകരണ മേഖലയിൽ ലക്ഷ്യമിടുന്നത്? കേരളത്തിലെ സഹകരണ മേഖലയിലുള്ള കോടാനുകോടി രൂപയുടെ നിക്ഷേപം അത് ഇന്നത്തെ അവസ്ഥയിൽ കോർപ്പറേറ്റുകൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. നമ്മുടെ നാടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നത്. എന്നാൽ മറ്റ് ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങൾ വലിയ തോതിൽ കോർപ്പറേറ്റുകൾക്കും മറ്റും ഉപയോഗിക്കാൻ കഴിയുകയാണ്. അതിൻ്റെ ഭാഗമായി വരുന്ന വായ്പാ തട്ടിപ്പുകളുടെ കാര്യം നമ്മൾ പലപ്പോഴും വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ വായ്പാ തട്ടിപ്പുകൾ സർക്കാർ തന്നെ പിന്നീട് ശരിവെച്ച് അംഗീകരിച്ച് കൊടുക്കുന്നതും നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. കാരണം കോർപ്പറേറ്റുകളെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കരുത് എന്ന് നിർബന്ധം കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വായ്പാ തട്ടിപ്പുകൾ നല്ലതുപോലെ അരങ്ങേറുന്നതിന് വഴിയൊരുക്കുന്നത്. ഒരു ഒത്തുകളിയാണ് അവിടെ നടക്കുന്നത്. ഇതൊന്നും കേരളത്തിലെ സഹകരണ മേഖല നിക്ഷേപത്തിന് ബാധകമല്ല. അപ്പോൾ ഈ വലിയ നിക്ഷേപം എങ്ങനെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാം, ആ ചിന്തയിൽ നിന്നാണ് കേരളത്തിലെ സഹകരണ മേഖലക്കെതിരെയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗം കൂടിയാണ് സഹകരണ മേഖലക്കെതിരെ നടക്കുന്ന വൻ പ്രചരണം. നാം കാണേണ്ടത് എന്താ? കേരളത്തിലെ സഹകരണ മേഖലയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അവിശുദ്ധ കാര്യങ്ങളുണ്ടായാൽ അതിനോട് വിട്ടുവീഴ്ചയില്ല, കർക്കശമായ നടപടിയുണ്ടാകും. അതിൻ്റെ മേലെ ആരും സഹകരണ മേഖലയുമായി ബന്ധപ്പെടുന്ന ഒരാളും ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. ഇപ്പോൾ സഹകരണ മേഖലയിൽ പലതരത്തിലുള്ള നിക്ഷേപകരുണ്ടാവും. ആ നിക്ഷേപം എത്രയായാലും ആ കാര്യത്തിൽ ഒരാശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. ആ നിക്ഷേപമെല്ലാം ഭദ്രമായിരിക്കും. ആ നിക്ഷേപം ഒരു സാഹചര്യത്തിലും നഷ്ടപ്പെടില്ല. ഈ പറഞ്ഞ ചില വിവാദങ്ങൾ ഉയർന്നു വരാനിടയാക്കിയ ചില ക്രമക്കേടുകൾ നടന്ന സ്ഥാപനങ്ങളിലെ നിക്ഷേപകർക്കും അവരുടെ പണം നഷ്ടപ്പെടുന്ന നിലയുണ്ടായിട്ടില്ല. അപ്പോൾ സഹകരണ മേഖലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലും നിക്ഷേപിച്ചവർക്ക് ചില്ലിക്കാശ് നഷ്ടപ്പെടില്ല എന്ന ഉറച്ച ബോധ്യത്തോടെ മുന്നോട്ട് പോകാവുന്നതാണ്. ഇത് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയതാണ്. ആവർത്തിച്ച് ആ കാര്യം പിന്നീടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഒന്നുകൂടി പറയുന്നുവെന്ന് മാത്രം. ഇത് സഹകരണ മേഖലയുടെ ഒരു കറുത്ത പാടിൻ്റെ ഭാഗം പറഞ്ഞതാണ്. എന്നാൽ അതൊന്നും ഒരു തരത്തിൽ മേശാത്ത സ്ഥാപനങ്ങളാണ് അനേകം നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ളത്. അത്തരത്തിൽ പ്രശസ്തമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്ക്. ആ ബാങ്ക് ഇതേവരെ സഹകാരികളുടെയും ജനങ്ങളുടെയും പിന്തുണയോടെയാണ് ഈ കാണുന്ന നേട്ടങ്ങളെല്ലാം നേടിയിട്ടുള്ളത്. ഇനിയും കൂടുതൽ നേട്ടങ്ങളിലേക്ക് കുതിക്കുന്നതിന് നാടിൻ്റെ ആകെ സഹകരണവും പിന്തുണയും ബാങ്കിന് നൽകുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ബാങ്കിന് നല്ല വളർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.